ശ്രീ എ സജീവൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാണ് തനിക്ക് ഇറങ്ങാൻ താല്പര്യം എന്ന കാര്യം ശശി തരൂർ വെളിപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വികസന കാര്യത്തിൽ എതിരാളികൾ പോലും നല്ലത് ചെയ്താൽ അംഗീകരിക്കണമെന്ന നിലപാട്, അത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞൊന്നാണ്. അത് പോഡ്കാസ്റ്റിലും ആവർത്തിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങളിലും ആ നിലപാടുകൾ സുവ്യക്തമാകുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒന്ന്, സതീശൻ അടക്കം ഭയപ്പെട്ടതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തനിക്ക് ഇറങ്ങാനാണ് താല്പര്യം എന്ന് അസന്നിഗ്ധമായി ശശി തരൂർ പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസ് ഏത് തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലാണ് തരൂർ വിഷയത്തിൽ നീങ്ങുന്നത്? ശ്രീ എ സജീവൻ, ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന് കിട്ടാവുന്ന താക്കോൽ സ്ഥാനമാണ്. ആ താക്കോൽ സ്ഥാനമാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാര്, ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും മുരളീധരനാണെങ്കിലും സുധാകരനാണെങ്കിലും ഇവർക്കൊക്കെയുള്ള ഭയം എന്ന് പറയുന്നത് ഏറ്റവും അവരെല്ലാവരും ആകർഷിക്കുന്ന താക്കോൽ സ്ഥാനം, അവരാഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണ്, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ഈ സ്ഥാനം കിട്ടുക എന്ന് പറയുന്നതിലേക്കാണ് ശശി തരൂർ കൂടി വരുന്നത്. സ്വാഭാവികമായിട്ടും ശശി തരൂരിന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് ഇവർക്ക് വലിയ ഭീഷണിയാകുമോ എന്നുള്ളൊരു തോന്നലുണ്ട്. ശശി തരൂരിന് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എനിക്ക് രാഷ്ട്രീയാതീതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും കാലവും കാത്തിരുന്നിട്ട് കിട്ടുമെന്ന് അടുത്ത് വിചാരിക്കുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനം നഷ്ടപ്പെടുത്തുമെന്നുള്ള ഒരു ഭയമുണ്ട്. ഇത് ആണ് പ്രശ്നം. ശശി തരൂരിനെ ന്യായീകരിക്കും. ശശി തരൂരും സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഇനി ഒരു സാധ്യത അത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 3 തവണ പരാജയപ്പെട്ടിട്ടും എന്താണ് പരാജയത്തിന്റെ കാരണമെന്ന് കൂലങ്കഷമായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രവണത കോൺഗ്രസിന്റെ നേതൃത്വം, ഹൈക്കമാൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് ആ തരത്തിൽ തന്നെ അടുത്ത 4ാം സർക്കാരോ ഒരുപക്ഷെ അല്ലെങ്കിൽ മുന്നണിക്ക് അഥവാ തന്നെ ജയിക്കുകയാണെങ്കിൽ നയിക്കാൻ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മുന്നിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അഥവാ ഇനി ഭരണം കിട്ടിയാൽ പോലും, ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ പോലും കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ള മന്ത്രിസ്ഥാനങ്ങൾ കുറവായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് തോന്നൽ. അതായത് ഈ മത്സരത്തിന് ശേഷം ഇത് വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അത് ശശി തരൂർ തന്നെ പറയുന്നു, അവരുടെ ഉൾപാർട്ടി ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു ഇടപെടൽ എന്ന അർത്ഥത്തിലാണെന്ന്. പക്ഷേ അതിന് പോലുമുള്ള സാധ്യതയില്ല. കാരണം അതിൻ്റെ പേരിലും ഉള്ള ഒരു വൈരാഗ്യം തന്നോട് AICC നേതൃത്വം ഹൈക്കമാൻഡിന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. 2, ശ്രീ എ സജീവൻ, ഈ ശശി തരൂരിന് പറ്റിയ ഒരു സ്പേസ് കേരളത്തിലുണ്ടോ? സാമാന്യ കോൺഗ്രസ് നേതാക്കൾ നിലവിലത്തെ നേതൃത്വത്തിനുപരിയായി ശശി തരൂരിൻ്റെ നേതൃത്വം കാംക്ഷിക്കുന്നുണ്ടോ? സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശശി തരൂരിന് ഒരു സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റുള്ള ആളുകളൊക്കെ ശശി തരൂരിന്റെ രാഷ്ട്രീയ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുള്ള ആളുകളാണ്. ശശി തരൂർ തന്നെ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഭരണപക്ഷത്തുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ പക്ഷത്തുള്ള പാർട്ടിയോ മുന്നണിയോ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഭരണപക്ഷത്ത് ആണെങ്കിൽ നല്ലതാണെങ്കിൽ അത് നല്ലത് എന്ന് പറയുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. അതൊരു ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ നിലപാടാണ്, അധികാര രാഷ്ട്രീയത്തിന്റെ അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നിഗമനം അനുസരിച്ച് ഈ നല്ലത് പറയുമ്പോൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ, അതായത് ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ ആളുകൾ അതിനെ മുഖവിലക്കെടുക്കുകയും ചെവിക്കൊള്ളുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് ശശി തരൂർ കാണുന്നത്. നമ്മൾ അല്ലാത്ത പല ആളുകൾ ഇപ്പോൾ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഞാൻ പേര് പറയുന്നില്ല, ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തിനും, ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ആദായ നികുതി ഓഫീസിൽ നടന്നുള്ള എന്താണ് ധർണയ്ക്ക് അതിൽ വിജയരാഘവൻ പറഞ്ഞ കാര്യമുണ്ട്. ആന എന്ന് പറയുന്നത് പിണറായി വിജയൻ അഴിച്ചുവിടുന്നല്ലോ, പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം പോകുന്നല്ലോ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് പിണറായി വിജയനാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്ന നേതാക്കന്മാർ, അവിടെയൊക്കെ അടച്ചിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ്. അതല്ല വേണ്ടത് എന്ന നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെ
ശശി തരൂരിന്റെ വാക്കുകൾക്ക് പലപ്പോഴും കുറെ കൂടി സ്വാധീനമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹവും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള തനിക്ക് മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ രാഷ്ട്രീയം ഒരു തമാശയായിട്ട് എടുക്കാതെ ഒരു ഗൗരവമായിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഒരാളെന്ന നിലയ്ക്ക് തനിക്ക് പിന്തുണ കിട്ടുമെന്നാണ് ശശി തരൂർ വിചാരിക്കുന്നത്. ശ്രീ എ സജീവൻ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ കോൺഗ്രസും യു ഡി എഫും എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമില്ലായ്മയുണ്ട്. അതിൻ്റെ നയം, നിലപാട്, അതിൻ്റെ പ്രവർത്തന രീതി ഇതൊക്കെ തന്നെ പാളിച്ചയിലാണ്. അതുകൊണ്ട് ശശി തരൂർ വന്നാൽ എന്തെങ്കിലും ക്രിയേറ്റീവായി മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ നേതൃത്വത്തോട് ഒരു എതിരും നിലവിലത്തെ നേതൃത്വത്തിന് ബദലായും ശശി തരൂരിനെ കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം കാണുന്നുണ്ടോ? അതായത് പ്രവർത്തകർ, സാധാരണക്കാർ, അതിൻ്റെ അഭ്യുദയകാംക്ഷികൾ കാണുന്നുണ്ടോ എന്നതാണ് വിഷയം. അതാണ് ഒരു പക്ഷേ സതീശനടക്കമുള്ളവരെ ഈ വിഷയങ്ങളിൽ ഭയപ്പെടുത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള നേതൃത്വം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണല്ലോ നേതൃത്വത്തിലെ ഏറ്റവും ഉന്നതയിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരേ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നതെന്ന് ഒരു തവണയല്ല പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ പലതിനോടുള്ള പ്രതികരണങ്ങൾ, ഒരു വിഷയത്തിൽ തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശശി തരൂരിൽ പോലും ഈ രണ്ട് നേതാക്കന്മാരും നടത്തിയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതല്ലാത്ത നേതാക്കന്മാർ പോലും, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം മത്സരിച്ചിട്ടും അദ്ദേഹത്തെ ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയില്ലേ എന്ന ഒരു ഔദാര്യം ചെയ്ത പോലുള്ള കാര്യമാണ് പറയുന്നത്. കോൺഗ്രസിനകത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ മത്സരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു പാതകമാണ്, എന്നിട്ടും ഞങ്ങൾ പരിഗണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള നേതൃത്വത്തോട് പണികൾക്ക് പലർക്കും താല്പര്യമില്ല. ശശി തരൂരിനെ പോലെ ഒരാൾ, അദ്ദേഹം അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല, എതിരാളികൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും. അങ്ങനെയുള്ള രാഷ്ട്രീയം തന്നെ കുറെ കൂടി ക്ലീൻ ആയിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് വിചാരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഭയമുള്ളത്, കാരണം ശശി തരൂര് കേരളത്തിലേക്ക് വരുമ്പോൾ ഭയക്കുന്നത് ഒരാൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതിലല്ല. എത്രയോ ആളുകൾ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. അതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ സ്ഥാനം തെറിച്ചു പോകുമെന്നുള്ളൊരു വലിയ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പുകാരും ഈ ശശി തരൂർ കേരളത്തിൽ കാല് കുത്തുന്നതിനെ ഒരു കാലത്തും അനുകൂലിക്കില്ല, അവർ എതിർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും. ശ്രീ എ സജീവൻ, അതായത് കേന്ദ്ര തലത്തിൽ, അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിൽ AICC മേഖലയിൽ ഏതാണ്ട് ശശി തരൂർ ഒറ്റപ്പെട്ടു എന്ന വസ്തുതയാണ്. അവിടെ സ്പേസ് ഇല്ല. അതുമാത്രമല്ല, കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കും അധികാരവുമില്ല. ഈ സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ സ്പേസ് അവിടെ മങ്ങുന്നു, അല്ലെങ്കിൽ ബോധപൂർവം മങ്ങിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടം നേടുന്നത്. അവിടെയും എതിർപ്പ് നേരിട്ടാൽ ശശി തരൂർ പിന്നൊരു ഓപ്ഷനായി എടുക്കുന്നത് എന്തായിരിക്കും? അത് പുറത്തേക്കുള്ള വഴിയാകാമോ? അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ നേതാക്കന്മാരൊക്കെ ശശി തരൂർ വിവാദത്തിൽ പരസ്യമായി പ്രതികരിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഉൾട്ടയായിട്ട് പറയുന്നു, ശശി തരൂരിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ആരും പരസ്യമായി പ്രതികരിക്കരുത്, ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നതിലേക്ക് പോകുന്നു. എന്തായിരിക്കും ശശി തരൂരിൻ്റെ മുമ്പിലുള്ള അത്തരം ഓപ്ഷനുകൾ, അതിൻ്റെ സാധ്യതകൾ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നിലപാടുകളിലേക്കും വേണ്ടി വന്നാൽ ശശി തരൂർ പോകുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം. പരസ്യമായി പറഞ്ഞ കാര്യം, എന്നെ വേണ്ട രൂപത്തിൽ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല എങ്കിൽ ഞാൻ വേറെ പണി നോക്കും, എനിക്ക് വേറെ പണി അറിയാം. പക്ഷെ അത് അദ്ദേഹം അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് പോയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നതമായിട്ടുള്ള പല പദവികളും വഹിച്ചിട്ടുള്ളതാണ്. തനി രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയുള്ള കാലത്ത് എഴുത്തും വായനയുമായിട്ട് നീങ്ങാം, പ്രസംഗമായിട്ട് നീങ്ങാം. അതായിരിക്കാം എൻ്റെ ഒരു കണക്കിൽ. അദ്ദേഹം ചാടി അപ്പുറം പോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും BJPയിലേക്ക് ശശി തരൂരിനെ പോലൊരാൾ പോകാനുള്ള സാധ്യത തീരെയില്ല. കാരണം ശക്തമായ രൂപത്തിൽ അദ്ദേഹം മോദി സർക്കാരിനെതിരെ കേന്ദ്ര പാർലമെന്റിലും മറ്റും പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ നടത്തിയ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം വെച്ചുകൊണ്ട് മോദി ഭക്തനാണെന്ന് BJPയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീ എ സജീവൻ, അദ്ദേഹം പറയുന്നുണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട. കാരണം അദ്ദേഹം ഏറ്റവും ഒടുവിൽ എഴുതിയ വൈ ഐ ആം എ ഹിന്ദു എന്ന വിഷയത്തിലും അദ്ദേഹം പറയുന്ന ഒരു ഹിന്ദുവും
ഒരു സനാതന ഹിന്ദുവായി നിലനിന്നുകൊണ്ട് തന്നെ മതേതരത്വത്തിൻ്റെ പക്ഷത്ത് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ എതിർത്ത് നിൽക്കാവുന്ന ഒരു സ്പേസ് ഒരു മതേതര കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ തനിക്കുണ്ട്. ആ സ്പേസ് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്പേസ് BJP അനുകൂലമായൊരു നിലപാട്, സംഘപരിവാറിൻ്റെ എന്താണ് വർഗീയ രാഷ്ട്രീയം, ഇത് തിരഞ്ഞെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്പേസ് ഒരുപക്ഷെ സാധ്യതയില്ല. തീർച്ചയായിട്ടും അത് ഇല്ല എന്നുള്ള കാര്യം സംശയമില്ല. കാരണം താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകം അതിൽ വളരെ കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ഹിന്ദുത്വമാണ് തൻ്റേത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഗാന്ധി നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഗാന്ധി അന്നും ഉണ്ടായിരുന്നല്ലോ ഇവിടെയുള്ള ഈ പറയുന്ന സനാതന ഹിന്ദുക്കള് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുക്കള്, ഹിന്ദുത്വവാദികൾ എന്ന് പറയാവുന്ന ആളുകള്, അവരുണ്ടായിട്ട് പോലും ഗാന്ധി പറയും ഞാൻ യഥാർത്ഥ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് അതേ സമയത്ത് അങ്ങേയറ്റത്തെ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മതവിശ്വാസിയും അതേ സമയത്ത് തന്നെയുള്ള മതേതര വിശ്വാസിയുമാണ് ഗാന്ധി. ഈ ശശി തരൂരും പറയുന്നത് ഞാൻ അടിയുറച്ച ഹിന്ദുവാണ്. അത് അദ്ദേഹം പറയുന്നതിന് മടിയൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഈ BJPയുടെ തീവ്ര ഹിന്ദുത്വത്തോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഇത്രയും കാലത്ത് പാർലമെന്റിൽ നടത്തിയുള്ള പ്രസംഗങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു തരത്തിലും അതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ വിമർശിക്കുന്ന, പരസ്യമായിട്ടും രഹസ്യമായിട്ടും വിമർശിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തള്ളി നീക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചേരിയിലേക്കാണ്. അത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വീടില്ല. ഒരുപക്ഷെ എന്താണ് സജീവൻ കംപ്ലീറ്റ് ചെയ്യൂ. അല്ല അത് 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 അദ്ദേഹം തന്നെ അതുകൊണ്ടാണ് ആവർത്തിച്ച് തന്നെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ മോദി സ്തുതി എന്നിവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം. ഇന്ന രീതിയിലൊക്കെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ചൈനയ്ക്കും മറ്റൊക്കെ എതിരെ ഉണ്ടാക്കിയിരുന്ന ഈ ട്രംപ് ഇന്ത്യക്കുമെതിരെ ഇതേപോലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നടപ്പാക്കുമെന്നാണ് വിചാരിച്ച. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഈ ചർച്ച നല്ല കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം ഇവിടെ പിണറായി സർക്കാരിന്റെ വികസന പരിപാടികളെ കുറിച്ച് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. അത് ശരിയാവണോ തെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ രണ്ടാമത്തെ കാര്യം. എന്തായാലും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് വേണ്ട എന്നവര് ഏതാണ്ട് തീരുമാനിച്ചു. കാരണം കോൺഗ്രസിനകത്ത് ഇദ്ദേഹം ഉണ്ടെങ്കിൽ വലിയ തലവേദനയാകും. അങ്ങനെ അദ്ദേഹം BJPയിലേക്ക് പോയാൽ ഇപ്പൊ പത്മജ പോയതുപോലെ മറ്റൊക്കെ അല്ലെങ്കിൽ അനിൽ ആന്റണി പോയതുപോലെയൊക്കെ ഒരാൾ കൂടി പോയി എന്ന് വരുത്തിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു രീതിയിലാണ് കോൺഗ്രസ്സുകാരുള്ളത്. അതാണ് അവർക്ക് ഏറ്റവും വലിയ അപകടവും. കാരണം ശശി തരൂർ പോയാൽ അത് വലിയ ദോഷമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ശ്രീ എ. സജീവൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിരീക്ഷണം പങ്കുവച്ചതിന്.